ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുടകളുടെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് എക്സസൈസുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റിയ വ്യായാമങ്ങളാണ്. അപ്പോൾ ഈ ഒരു വ്യായാമത്തിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ തികച്ചും ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വ്യായാമ രീതിയാണ്. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. പല ആൾക്കാർക്കും ആഗ്രഹം കാണും ഈ തുടകളുടെ എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഈ തുടകളുടെ സൈസ് ഒക്കെ ഒന്ന് കുറയ്ക്കണമെന്നുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്. അപ്പം നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം വീഡിയോ ഒരല്പം ലെങ്ത് ആയി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത് കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് കാണിച്ചു തരുന്നത്. എനിക്ക് സംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യുന്നവർക്ക് പ്രയോജനം കിട്ടിയേ തീരൂ. ഓക്കെ, അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആയി പോകുന്നത്. ക്ഷമിക്കുക, പല വീഡിയോകളിലും ആൾക്കാർ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് വീഡിയോ ലെങ്ത് ആയി പോകുന്നുണ്ട്. എങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് കാട്ടിക്കൂട്ടി കാണിച്ച് പോവുക എന്ന് പറയുന്നത് എൻ്റെ ഒരു രീതിയല്ല. ഞാൻ ചെയ്ത് കാണിക്കുന്ന വ്യായാമങ്ങൾ നിങ്ങൾക്ക് 100% പ്രയോജനം കിട്ടണം എന്ന് നല്ല നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ്. ഓക്കെ, ക്ഷമിക്കുക നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. 21 ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഈ വ്യായാമങ്ങൾ ചെയ്യുക. നിങ്ങളുടെ തുടകളുടെ ആ ഒരു ഫാറ്റ് കുറച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു കാലിന്റെ ആ ഒരു ഭംഗിയൊക്കെ വർദ്ധിപ്പിക്കാനും അതേ കണക്ക് തന്നെ ആ തുടകളൊക്കെ ഒന്ന് സ്ലിം ആക്കി മാറ്റാനും ഒക്കെ ഇത് സഹായിക്കും. ഇത് കൂടാതെ തന്നെ നിങ്ങളുടെ ഗ്ലൂട്ട്സിന്റെ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഷേപ്പ് ആക്കി എടുക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒരു ചെയർ എടുക്കുക. അതിനുശേഷം നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട എക്സസൈസ്, നിങ്ങൾ ഇതേ കണക്ക് ചെയർ ഇതേ കണക്ക് പിടിച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, നിങ്ങൾ നല്ല നടുവൊക്കെ നിവർത്തി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഇതേപോലെ നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഇതേ കണക്ക് ഉയർത്തുക. ഓക്കെ, 1 2 ഇത്ര മാത്രം നിങ്ങൾ ഉയർത്തിയാൽ മതിയാവും. ഒരുപാട് മുകളിലോട്ട് ഉയർത്താൻ ശ്രമിക്കേണ്ട. 4 5 6 7 8 9 10. ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ ഒരു കാലിൽ 10 പ്രാവശ്യം ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ അടുത്ത സൈഡിലോട്ട് 10 പ്രാവശ്യം ഇത് ആവർത്തിക്കുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ വ്യായാമത്തിലോട്ട് പോവാം. രണ്ടാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ ഇതേ കണക്ക് ചെയറിൽ പിടിച്ചതിന് ശേഷം കാലുകൾ ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഒരു ഷോൾഡർ ലെവലിൽ ഇതേ കണക്ക് വൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ 1 ഇത്ര മാത്രം നിങ്ങൾ താഴോട്ട് വന്നാൽ മതി. ഓക്കെ, ഈ ഒരു പൊസിഷൻ ആയിരിക്കണം നിങ്ങളുടേത്. അതിനുശേഷം മുകളിലോട്ട് 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇതേപോലെ വന്നതിന് ശേഷം 1 2 3 4 5 6 7 8 9 10. ഇങ്ങനെ ഒരു 10 എണ്ണം ചെയ്യുക. നമുക്ക് മൂന്നാമത്തെ വ്യായാമം ഏതാണെന്ന് നോക്കാം. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കാലുകൾ ഇതേപോലെ ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത്ര മാത്രം നിങ്ങൾക്ക് കാലുകൾ ഒന്ന് അകത്തി വെക്കാം. അപ്പൊ ഞാൻ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇതേപോലെ. അതിനുശേഷം നിങ്ങൾക്ക് ചെയറിൽ പിടിക്കാം. ചെയറിൽ പിടിച്ചതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് താഴോട്ട് വരാവുന്നതാണ് ഈ ഒരു പൊസിഷൻ. ഓക്കെ, നിങ്ങളുടെ നടുവ് നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ, ബോഡിയൊക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. 1 സാവധാനം താഴോട്ട് വരാം. 2 3. ഇതേ കണക്കാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഇതേ കണക്ക് ചെയർ ഇടുന്നു. നിങ്ങളുടെ കാലുകൾ ഇതേ കണക്ക് വൈഡ് ചെയ്ത് വെക്കുന്നു. ഈ ഒരു പൊസിഷനിലോട്ട് വൈഡ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം 1 2. ഈ ഒരു എക്സസൈസ് നിങ്ങളുടെ ഗ്ലൂട്ട്സിന്റെ ആ ഒരു കൊഴുപ്പിനെയൊക്കെ കുറയ്ക്കാനും സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. ഇതേപോലെ നിങ്ങൾ ചെയ്യുക. അപ്പ്
slowly down, up, down, up, down, up. ഇതാണ് നിങ്ങളുടെ മൂന്നാമത്തെ വ്യായാമം. നിങ്ങൾക്ക് 10 തൊട്ട് 15 റെപ്പിറ്റേഷൻ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയറിന്റെ ആ ഒരു വശത്തായിട്ട് ഇങ്ങനെ മാറി നിൽക്കാവുന്നതാണ്. ഓക്കെ, ചെയർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു വശത്തോട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നു. അതിനുശേഷം നമ്മുടെ കൈ ചെയറിൽ വേണമെങ്കിൽ ഹോൾഡ് ചെയ്യുന്നു, സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നു. നിങ്ങളുടെ ഒരു കാല് ഇതേപോലെ മുമ്പോട്ട് കയറ്റി വെക്കുന്നു, അടുത്ത കാല് ഈ ഒരു പൊസിഷനിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം എക്സസൈസ് ലഞ്ചസ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ പതുക്കെ ഇതേപോലെ 1 കണ്ടല്ലോ, ഇതേ കണക്കാണ് നിങ്ങൾ ചെയ്യേണ്ടത്. 2 up, 3 നൈസ്. വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാവും. വെരി ഗുഡ്. 5 6. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളഞ്ഞ് ഇതേ കണക്കൊന്നും ചെയ്യരുത്. ഓക്കെ, നിങ്ങളെ ഈ ലോവർ ബാക്ക് ഒക്കെ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേപോലെ നൈസ്. ഇതേ കണക്കാണ് നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യേണ്ടത്. ഒരു കാലിൽ നിങ്ങൾക്ക് 10 റെപ്പിറ്റേഷൻ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത കാലിലും ഇതേപോലെ ആവർത്തിക്കാവുന്നതാണ്. ഈ ഒരു വശത്തോട്ട് മാറി നിൽക്കുക. ഇതേ കണക്ക് ഒരു കാല് ബാക്കിലോട്ട്, ഒരു കാല് ഫ്രണ്ടിലോട്ട്, കൈ ഹിപ്പ് ഭാഗത്ത് വെക്കാം. അതിനുശേഷം 1 നൈസ്, 2 3 4 5. അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേ കണക്ക് തന്നെ കസേരയുടെ വശത്തോട്ട് മാറി നിൽക്കുക, ഒരു വശത്തോട്ട് മാറി നിൽക്കുക, ഒരു കൈ കസേരയിൽ ഇതേ കണക്ക് തന്നെ പിടിക്കുക. അതിനുശേഷം സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കിക്കൊള്ളുക. ഇതേപോലെ 1 2. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തിനാണ് നിങ്ങൾക്ക് നല്ല പ്രയോജനം ലഭിക്കുന്നത്. നിങ്ങളുടെ തന്നെ ഈ ഒരു ഹാംസ്ട്രിങ് ഭാഗം ഉണ്ടല്ലോ, ഹാംസ്ട്രിങ് തൊട്ട് ഗ്ലൂട്ട് വരെയുള്ള ഭാഗത്തിനാണ് നല്ല പ്രയോജനം ലഭിക്കുന്നത്. അപ്പം ഇങ്ങനെ നിന്നതിന് ശേഷം കാല് ഒരു അല്പം ഇതേ കണക്ക് കുനിയുന്ന സമയത്ത് നിങ്ങളുടെ കാലിന്റെ മുട്ടുകൾ ഒരു ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. 1 2 3 4 5. അതിനുശേഷം നിങ്ങൾ ഒരു 10 റെപ്പിറ്റേഷൻ ചെയ്തതിനു ശേഷം അടുത്ത ഭാഗത്തും ഇതേപോലെ ചെയ്യുക. സ്ട്രെയിറ്റ് ആയിട്ട് നിന്നതിന് ശേഷം ഓക്കെ 1 വേണ്ട, ഈ ഒരു ഭാഗമാണ് ആക്റ്റീവ് ആവുന്നത്. 2 3 4 5. അപ്പോൾ നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഓക്കെ, അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ ചെയറിൽ ഇത് നമുക്ക് ഹോൾഡ് ചെയ്യാം, പിടിക്കാം. ബാക്കിലോട്ട് 1 2 കൺട്രോൾ, സാവധാനത്തിൽ ചെയ്താൽ മതി. 3 4. ഈ ഒരു ഭാഗത്തെ മസിൽസിനാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. 5 6. ഇതേ കണക്ക് ഉയർത്തി ഒരു സെക്കൻഡ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക, താഴോട്ട് കൊണ്ടുപോവുക. വെരി ഗുഡ്. ഇതേ കണക്ക് നിങ്ങളൊരു 10 റെപ്പിറ്റേഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അടുത്ത കാല് ആവർത്തിക്കാവുന്നതാണ്. സ്ട്രൈറ്റ് ആയിട്ട് നിന്നതിന് ശേഷം 1 ഹോൾഡ്, ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 or 2 സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. 2 നൈസ്, 3 4 5 6. അപ്പോൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ടൊക്കെ പറഞ്ഞു തരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് റിസൾട്ട് കിട്ടണമെന്ന് നല്ല നിർബന്ധമുണ്ട്. കാരണം നിങ്ങൾ
ഒരാളുടെ വീഡിയോ കണ്ട് അയാളുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ട് ആ വീഡിയോ ക്ലിക്ക് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം എന്ന് കരുതിയിട്ടായിരിക്കും. ഓക്കെ, തീർച്ചയായിട്ടും അപ്പോൾ ആ ഒരു റിസൾട്ട് തരേണ്ടത് ആ വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു ഒരു എന്താ പറയുക, വീഡിയോ ചെയ്യുന്ന ആളുടെ ഒരു കടമ തന്നെയാണ്. അപ്പോൾ ആ ഒരു കടമ തീർച്ചയായിട്ടും ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നമ്മുടെ